നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ്റെ 7 അപരനാമങ്ങൾ. സാത്താൻ ഉൾപ്പെടെ 8 നാമങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 7 അപരനാമങ്ങൾ സാത്താന് നൽകപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു ഭവനത്തിൽ അവര് ക്ഷണിച്ചതാണ് അവരുടെ മകനെ ഉപദേശിക്കാൻ. മകന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ കിടന്നുറങ്ങും, രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്ന് ഒന്നി TV കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം. സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം പുറത്തു വന്നു, ശരിക്കും അവനൊരു തിന്മയുടെ സ്വാധീന വലയത്തിലാണ്. കാരണം വിദേശത്ത് കാനഡയിൽ അവിടെ ആയിരുന്ന സമയത്ത് ആരോ പറഞ്ഞു, അല്ലേ എന്തോ ഒരു ജിജ്ഞാസ കയറിയിട്ട് ലൂസിഫറിനെ വിളിച്ച് ആ ലൂസിഫറിന് അവൻ്റെ ജീവിതം സമർപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് ദൈവത്തെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ പറഞ്ഞാൽ നഖശികാന്ത് എതിർക്കും. അങ്ങനെയുള്ളൊരു കാര്യം ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ചിലപ്പോൾ ഇങ്ങനത്തെ ചില ബന്ധനങ്ങൾ വന്നിട്ട് സാധാരണ ജീവിതം പോലും അസാധ്യമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇക്കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് 7 അപരനാമങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേതാണ് ലൂസിഫർ. ഇത് സാത്താനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന. നമുക്ക് കാണാൻ സാധിക്കും. സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യെശയ്യാ 14 അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാത നക്ഷത്രം ലൂസിഫർ. ആ ലൂസിഫറിനാണ് സ്വയം ദുഷിച്ച് സാത്താനായിട്ട് മാറേണ്ടി വന്ന ആ ഒരു ഗതികേടുണ്ടായത്. കാരണം അവൻ്റെ അഹങ്കാരം. അപ്പം അതുകൊണ്ട് തന്നെ സാത്താന് ലഭിക്കുന്ന ഒരു അപരനാമമാണ് ലൂസിഫർ. രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും പിശാച്, ഡീമൻ. ഇതും സാത്താൻ്റെ അപരനാമമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. മലയാളികളായി നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ പിശാശ് എന്ന് പറയും. അങ്ങനെ ഒരു പദം ഇല്ല, പിശാച്. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. പിശാച് എന്ന പദം സാത്താൻ്റെ അപരനാമമാണ്. ഡീമൻ എന്നുള്ള ആ ഒരു പദം നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 12 അധ്യായം 9 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പറയുണ്ട് സാത്താൻ്റെ ഒരു അപരനാമമാണ് പിശാച് എന്ന പദം. മൂന്നാമത്തെ പദമാണ് അന്തിക്രിസ്തു, ആൻറ്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തു. 1 യോഹന്നാൻ 2 അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ 4 അധ്യായത്തിൻ്റെ 3 വചനത്തിലേക്കും വരുമ്പോൾ ഇക്കാര്യം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അന്തിക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മിൽ നിന്നും പുറത്തു പോയവനാണ്. നമുക്കറിയാമല്ലോ, മാലാഖമാരുടെ ഗണത്തിൽപ്പെട്ട ലൂസിഫറും കൂട്ടരുമാണ് പുറത്തു പോയത്, സ്വയം ദുഷിച്ചത്. നമ്മിൽ നിന്നും പുറത്തു പോയവര്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവാണെന്ന് നിഷേധിക്കുന്നവർ, അവരാണ് അന്തിക്രിസ്തു. യേശു ക്രിസ്തുവാണെന്നുള്ള യാഥാർത്ഥ്യം നിഷേധിക്കുന്നവർ. വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവാണ് അന്തിക്രിസ്തു. ഇത് സാത്താന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അപരനാമമാണ്. നാലാമത്തെ ഒരു പദമാണ് പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ അന്ധകാര ലോകത്തിൻ്റെ അധിപൻ. അത് സാത്താനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എഫേസസ് 6 അധ്യായം അതിൻ്റെ 10 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു സമരമാണ്, ആത്മീയ സമരം. നമ്മുടെ സമരം ആർക്കെതിരെയാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10 അധ്യായം 13 വചനം എടുക്കുമ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ അധിപൻ തടസ്സങ്ങൾ സൃഷ്ടിച്ചതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവദൂതന് പോലും തടസ്സങ്ങൾ സൃഷ്ടിച്ച പേർഷ്യ രാജ്യത്തിൻ്റെ അധിപനെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ 10 അധ്യായം 13 വചനം. 5ാമത്തെ അപരനാമമാണ് ദി ഈവിൾ വൺ, മലയാളത്തിൽ ദുഷ്ടൻ. ഇത് സാത്താന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അപരനാമമാണ്. 1 യോഹന്നാൻ 5 അധ്യായം 18-19 വചനങ്ങൾ എടുക്കുമ്പോൾ ഈ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ദുഷ്ടന് നിങ്ങളെ തൊടാൻ പോലും പറ്റില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ദുഷ്ടന് നിങ്ങളെ തൊടാൻ പോലും പറ്റില്ല. അതാണ് വചനം പറയുക. മറ്റൊരു അപരനാമമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ശത്രു, എനിമി, ശത്രു. അത് സാത്താന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അപരനാമമാണ്. നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 5 അധ്യായം 8 വചനം എടുക്കുമ്പോൾ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നു. ദൈവമക്കളുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ഇനി അവൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മെ വിഴുങ്ങാൻ
ഒരവസരം കാത്തിരിക്കുന്നവനാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 13:28 വചനം വായിക്കുമ്പോൾ ഈ വിത്തിനിടയ്ക്ക് കളകൾ വിതച്ചതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആരാണിത് ചെയ്തത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ശത്രു വന്ന് അത് ചെയ്തു. പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. 7ാമത്തെ ഒരു പദം ഇത് ചതിയൻ, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് വഞ്ചകൻ. വഞ്ചകൻ, ചതിയൻ, ഈ പദങ്ങളും സാത്താൻ്റെ അപരനാമങ്ങളാണ്. വെളിപാട് 12-ാം അധ്യായം 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാണ് സാത്താൻ. അതുകൊണ്ടാണ് വഞ്ചകൻ എന്ന അപരനാമം നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു 7 അപരനാമങ്ങൾ സാത്താന് നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. സാത്താനെ ഭയപ്പെടേണ്ടതില്ലെങ്കിലും ജാഗരൂകരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദൈവത്തെ അതുപോലെ തന്നെ യേശുവിനെ നിഷേധിക്കുന്ന അന്തിക്രിസ്തുമാരെ പോലെ കഴിയുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വഞ്ചകനും സൂത്രശാലിയും ഞങ്ങളുടെ യഥാർത്ഥ ശത്രുവുമായ പിശാചിനെ പരാജയപ്പെടുത്തിയ യേശുനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സാത്താന് ഞങ്ങൾ ഇടം കൊടുത്തതിലൂടെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അവൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവൻ മൂലം ഞങ്ങളുടെ മേൽ നിവധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിതരാക്കണമേ. സാത്താൻ്റെ ഉദ്യമം പത്രോസിൻ്റെ മേൽ വിജയം വരിക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ലോകം മുഴുവനും സാത്താൻ്റെ ശക്തി വലയത്തിലാകാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാൻ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സാത്താനെ ഭയപ്പെടുന്നതിനേക്കാൾ ആത്മീയ സമരായുധങ്ങളേന്തി അവൻ്റെ മേൽ വിജയം വരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അതെല്ലാം സഫലമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.